മറിച്ച് നമ്മളുടെ ശ്രീബുദ്ധനോ രാമനോ ഒക്കെ ഭൗതിക ജീവിതത്തിൻ്റെ ഉത്തംഗ ശൃംഖലയിൽ ജീവിച്ചിട്ട് പോലും പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടി എന്തു സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ജനത നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവം കാണണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ദേവീദേവന്മാരെ കുറിച്ച് തന്നെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. രാമൻ്റെ കഥ എന്ന് പറയുന്നത് സത്യസന്ധതയുടെ കഥ, ത്യാഗത്തിൻ്റെ കഥ, അല്ലെങ്കിൽ ഒരാൾ ഒരു ഉത്തമ പുരുഷൻ ആരായിരിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നേർരേഖ നമുക്ക് വരച്ചു തരാണ്. തമ്പി സാർ നമസ്കാരം. നമസ്കാരം. ഒന്ന് നമശിവായ. നമശിവായ. നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി രാമായണ മാസത്തിൻ്റെ പ്രത്യേകതകളും അതിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ മലയാളി കുടുംബങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് രാമായണ മാസത്തെ താങ്കളുടെ ജീവിതവും ബാല്യകാലവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നോക്കിക്കാണുന്നു? രാമായണം, രാ അല്ലെങ്കിൽ ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക് വരണം, അല്ലെങ്കിൽ രാമൻ്റെ അയനം, ഇങ്ങനെ രണ്ടർത്ഥങ്ങളിലാണ്, ദ്വയാർത്ഥങ്ങളിലാണ് രാമായണത്തെ കാണുന്നത്. അപ്പോൾ സാധാരണ ഈ രാമായണ മാസം തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ പണ്ട് മുത്തശ്ശിമാരെല്ലാം രാമായണത്തിൻ്റെ അധ്യായങ്ങൾ ഓരോ ഏടായിട്ട് ഓരോ ദിവസം വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെയായിരുന്നു പണ്ട് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നിന്നിരുന്നത്. വരും കുടുംബം അഥവാ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന അർത്ഥം വരുന്ന ഇതിൽ കൂടെ നമ്മൾ എല്ലാവരും പണ്ട് മുത്തശ്ശിമാരുടെ കയ്യിൽ നിന്നാണ് അനുഭവങ്ങൾ അറിഞ്ഞിരുന്നത്. നമുക്ക് വാത്സല്യം തരിക, നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യത്തിൽ വരാത്തതിൻ്റെ കാരണം അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ടാണ് നമ്മളെ വളർത്തുകയും അവരുടെ പൂർവ്വപിതാക്കളെ അവർ സംരക്ഷിക്കുകയും വേണ്ടത്. അപ്പോൾ ഒരിക്കലും അവർക്ക് സമയം കിട്ടില്ല നമ്മളെ വേണ്ട രീതിയിൽ കൂടെ നോക്കാൻ. മാതാപിതാക്കൾക്ക് കുട്ടികളെ ലാളിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല, കാരണം അവർ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ആ വിടവുകൾ നികത്തുകയും നല്ല കഥകൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനാണ് ഈ അപ്പൂപ്പന്മാരെ ഉപയോഗിച്ചിരുന്നത്, അച്ചച്ചന്മാരൊക്കെ. അപ്പം രാമൻ്റെ കഥ എന്ന് പറയുന്നത് സത്യസന്ധതയുടെ കഥ, ത്യാഗത്തിൻ്റെ കഥ, അല്ലെങ്കിൽ ഒരാൾ ഒരു ഉത്തമ പുരുഷൻ ആരായിരിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നേർരേഖ നമുക്ക് വരച്ചു തരാണ്. അതായത് സർവ്വഭൗതിക നമ്മൾ അറിയേണ്ടത്, മറ്റുള്ള സ്ഥലങ്ങളിലെ ദൈവങ്ങളെ കാണിക്കുമ്പോൾ ഒന്നുകിൽ അവർ ദാരിദ്ര്യത്തിൽ ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അടിയും ഇടിയും കൊണ്ട് വളർന്നവരായിരിക്കും. എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു ദൈവങ്ങളും വിദേശികളുടെ ഇടയിൽ നമുക്ക് ഇല്ല. നേരെ മറിച്ച് നമ്മളുടെ ശ്രീബുദ്ധനോ രാമനോ ഒക്കെ ഭൗതിക ജീവിതത്തിൻ്റെ ഉത്തംഗ ശൃംഖലയിൽ ജീവിച്ചിട്ട് പോലും പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടി എന്തു സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ജനത നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവം കാണണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ദേവീദേവന്മാരെ കുറിച്ച് തന്നെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം തീർച്ചയായും തമ്പി സാർ പറഞ്ഞത് വളരെ അന്വർത്ഥമാണ്. കാരണം ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജകുമാരനായിരുന്നു, അതുപോലെ തന്നെ രാമൻ ദശരഥ കുമാരനായിരുന്നു. എല്ലാവിധ സുഖസൗകര്യങ്ങളുടെയും നടുവിലാണ് ഇവർ രണ്ടു കൂട്ടരും വളർന്നത്. ശ്രീബുദ്ധൻ പിന്നീട് രാജധാനിയും അരമനയും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സ്വതന്ത്രനായി അന്വേഷിയായി തീർന്നു, ബുദ്ധനായി മാറി. ഇവിടെ രാമനാകട്ടെ സുഖലോലുപതയുടെ മടിത്തട്ടിൽ വളർന്നിട്ടും മൂല്യങ്ങളുടെ, ജീവിതത്തിലെ മൂല്യങ്ങൾ, ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി, രാജ്യധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടിയൊക്കെ രാജ്യവും ചെങ്കോലും സിംഹാസനവും ഒക്കെ അദ്ദേഹം വലിച്ചെറിഞ്ഞ് പോയ ഒരാൾ തന്നെയാണ്. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും രാജ്യഭരണം ഏറ്റെടുത്ത ആൾ കൂടിയാണ്. അപ്പോൾ ഒരു തമ്പിസാർ സൂചിപ്പിച്ച പോലെ ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അല്ലെങ്കിൽ മര്യാദാ പുരുഷോത്തമനായി എങ്ങനെയാണ് ഒരാളെ കാണാൻ സാധിക്കുന്നതെങ്കിൽ അത് രാമനിൽ കാണാൻ പറ്റുമെന്നാണ് സാർ പറഞ്ഞത്. തീർച്ചയായും. അതുപോലെ രാജഭരണകാലത്ത് നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ഈ ചേര വംശത്തിൽ അവർ പത്മനാഭദാസനായിട്ടായിരുന്നു ഭരിച്ചിരുന്നത്. അവരൊരിക്കലും രാജാക്കന്മാരായിട്ട് പറഞ്ഞിരുന്നില്ല. പത്മനാഭൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആളെന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു അന്ന് ഈ രാമൻ പോയതിനു ശേഷം ഭരതനും മറ്റും ചെയ്തത്. അവർ അദ്ദേഹത്തിൻ്റെ പാതകം രാജ സന്നിധിയിൽ എടുത്തു വെച്ചിട്ട് സിംഹാസനത്തിൽ വെച്ചിട്ട് ആ ഒരു ഓറ ക്ലിയറൻസിൽ, അതായത് ആ നിർദ്ദേശങ്ങളെയാണ് അവർ പാലിച്ച് ഈ 14 വർഷം അവർ രാമദാസനായി രാജ്യഭാരം ചെയ്യും. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അഹന്ത കൊണ്ട് അല്ല
ഭാരതം നിലനിന്നിരുന്നത്, വിജ്ഞാനപ്രദമായിരുന്നു. ഇത്രയും ആളുകൾ, അതായത് 10,000-10,000 വർഷങ്ങളെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ആരും ആക്രമിച്ചു പോയിട്ടില്ല. എന്നാൽ നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ ആയിരങ്ങളുണ്ട്. പക്ഷെ അവരെങ്കിലും എവിടെയെങ്കിലും എത്തിയോന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ സമ്പന്നരായിരുന്നു നമ്മൾ, അതേപോലെ തന്നെ ആഫ്രിക്കക്കാരും. പക്ഷെ ആ സമ്പന്നത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അത് ഇനിയെങ്കിലും ഉണ്ടാവണം. അപ്പം ബുദ്ധിയുള്ള ഒരു ജനത ഇനി ഉണ്ടാവണം. നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് രാജനീതി രാമായണ കാലം പോലെ നാം കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് രാമായണത്തിനെ കുറിച്ച് ഈ യുവജനത്തിനോട് പറയാനുള്ളത്. അതായത് പുതിയ തലമുറ രാമായണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത്. അതായത് അവിടെ എങ്ങനെയാണ് രാജ്യഭാരം, എങ്ങനെയാണ് ഒരു ജീവിത പദ്ധതി സമഗ്രമായി രൂപപ്പെടുത്തേണ്ടത്, ഇതെല്ലാം രാമായണത്തിലുണ്ട്. തീർച്ചയായും നമ്മുടെ പുതുതലമുറ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം പൗരാണികമായ ഈ രാമായണത്തെയും ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് തമ്പി സാർ പറയുന്നത്. അല്ല, ഒന്നും കൂടെ ഉണ്ട്. നമ്മൾ വൈദേശികമായ എന്തിനേയും അന്ധമായ ആരാധനകൾ കൂടെ കാണുകയും സ്വന്തം പിതൃത്വത്തിനെയും തള്ളിപ്പറയുന്ന ആ ഒരു ഗതികേടിൽ നിന്ന് നാം മാറണം. കാര്യം ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഭാരതം, പ്രത്യേകിച്ച് കേരളം. നമ്മുടെ കരിമണൽ മാത്രം മതി ലോകം മൊത്തം SMR ഉണ്ടാക്കാൻ. SMR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി? അതായത് സ്മോൾ റിയാക്ടർ. ഒരു 3 റിയാക്ടർ ഉണ്ടെങ്കിൽ കേരളത്തിൽ കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലുള്ള തോറിയം, ആറ്റം, അങ്ങനെയുള്ള വിഭവസമൃദ്ധമായ സാധനങ്ങൾ നമ്മുടെ കടൽ ഭക്ഷണമാണെങ്കിലോ, ചാള പോലുള്ള, മത്തി പോലുള്ള മീൻ, omega-3, 6 ഒക്കെ ഉള്ള ഈ ഭക്ഷണങ്ങൾ, കേരം, മുലപ്പാലിനപ്പുറം, അതായത് ഒന്നും നമുക്ക് ക്ഷാമവുമില്ല. വേണ്ടത്ര വിഭവങ്ങൾ നമുക്കുണ്ട്. ഇതിന് പകരം അവൻ്റെ കുഴിമന്തിയും കരിമന്തിയും പിന്നെ 40 ദിവസം കൊണ്ടുണ്ടാക്കുന്ന ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങൾ കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ദഹനേന്ദ്രിയം ഉണ്ടെങ്കിൽ കഴിക്കുക, കഴിച്ചിട്ട് ആശുപത്രി പോകാതിരിക്കുക. അന്നം ഔഷധമാക്കിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് സുഖഭോഗം, സുഖഭക്ഷണം, സുഖനിദ്ര, ഇത് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സിറ്റിസൺ ആയിരിക്കും. അതിന് രാമായണത്തിലെ വരികൾ നിങ്ങളെ തീർച്ചയായിട്ടും നയിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. നന്ദി, നമസ്കാരം.